ബെല്ലി ഫാറ്റ് കാരണവും അതുപോലെ തന്നെ ഓവറോൾ ബോഡി വെയിറ്റ് കാരണവും അസ്വസ്ഥരായിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ നമുക്ക് ചുറ്റും. എന്ന് പറയുന്നത് ബെല്ലി ഫാറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മൾ സമീകൃത ആഹാരം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാലേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും കൂടെ നമ്മുടെ ശരീരത്തിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കാതിരുന്നാലും നമ്മൾ വണ്ണം വെച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ദിവസമുള്ള വ്യായാമം, വളരെ ജിമ്മിൽ തന്നെ പോകണമെന്നില്ല, ദിവസവും നല്ല രീതിയിൽ സ്പീഡ് വാക്ക് ചെയ്താലും ഇഫക്റ്റീവ് ആയിരിക്കും. ഇതൊക്കെ ചെയ്തിട്ടും വണ്ണം കുറയാത്തൊരു ഒരുപാട് പേരുണ്ട്, ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഇതൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത് നിങ്ങളെ മെറ്റാബോളിസത്തെ ഇംപ്രൂവ് ചെയ്യും, ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യും, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്, സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കും, ഓവറോൾ നിങ്ങളെ വെയിറ്റിനെ മാനേജ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നതിന് ഒരു സംശയമില്ല. കാര്യം ഓരോ ഇൻഗ്രീഡിയൻസും അങ്ങനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതും. അതുപോലെ തന്നെ അതിന്റെ ഓരോ ഗുണങ്ങളും, ഓരോ ഇൻഗ്രീഡിയൻസിന്റെ ഗുണങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇത് നിങ്ങളെ ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗ്രീൻ ടീ ആണ്. ഇത് നമ്മുടെ ഓവറോൾ ഹെൽത്തിന്റെ ബെനിഫിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഗ്രീൻ ടീ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. അതുപോലെ തന്നെ സെൽ ഡാമേജിനെ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു, മെറ്റാബോളിസത്തെ ഇംപ്രൂവ് ചെയ്യുന്നു, ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ്, ക്യാൻസർ റിസ്കിനെ കുറയ്ക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ഏകദേശം 1 ടീസ്പൂൺ ഓഫ് ഗ്രീൻ ടീ ആണ് ഞാൻ ആഡ് ചെയ്തത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ജിഞ്ചർ ആണ്. 1 ഇഞ്ച് മതി. നമുക്കിത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നു, അതുപോലെ തന്നെ ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഇൻഗ്രീഡിയന്റ് ആണ് ജിഞ്ചർ. അത് ഞാൻ നല്ല രീതിയിൽ ചതച്ചെടുക്കുക അല്ലെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പൊ മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് അറിയപ്പെടുന്നതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ടർമറിക് തന്നെയാണ്. അത് എല്ലാ ഇൻഗ്രീഡിയന്റിനും ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈസിലി അവൈലബിൾ ആണ്. ഇതെന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നു, അതുപോലെ തന്നെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ആന്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നു, ജോയിന്റ് പെയിൻ റിലീഫ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനിയുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സിനമൺ ആണ്. നമ്മൾ 1/2 ടീസ്പൂൺ ആണ് ടർമറിക് ആണ് നമ്മൾ ഇവിടെ എടുത്തെങ്കിൽ അതിന്റെ നേർപകുതി 1/4 ടീസ്പൂൺ ഓഫ് സിനമൺ പൗഡർ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അടുത്ത ഇൻഗ്രീഡിയന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് തുളസിയാണ്. തുളസി എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മൾ വർഷങ്ങളായി, നമ്മൾ പണ്ട് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാറുണ്ട്. ഇപ്പോഴാണ് അത് മാഞ്ഞു പോയിരിക്കുന്നത്. അങ്ങനെയല്ല, തുളസിക്ക് ശരിക്കും ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഗുണമെന്ന് പറയുന്നത് നമ്മളെ ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കാനും ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യാനും ഇമ്മ്യൂണിറ്റിനെ ഇംപ്രൂവ് ചെയ്യാനും തുളസി ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത നമ്മൾ ആഡ് ചെയ്യേണ്ടത് മിന്റ് ലീഫാണ്, അഥവാ നമ്മളെ പുതിന ഇലയാണ്. ഏകദേശം നമ്മൾ തുളസി 3 ലീഫാണ് എടുത്തെങ്കിൽ അതേപോലെ തന്നെ 3 ലീഫാണ് ഞാൻ ഇവിടെയും എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹിബിസ്കസ് ഫ്ലവർ. ഞാൻ ഇവിടെ ഡ്രൈഡ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മളെ വീട്ടിൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ. അത് ഏകദേശം ഡ്രൈഡ് ആണെങ്കിൽ എനിക്ക് കറക്റ്റ് അളവ് പറഞ്ഞു തരാൻ പറ്റും, 1/2 ടീസ്പൂൺ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ചെമ്പരത്തി പൂവിന്റെ ഇതളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയന്റും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാനിലേക്ക് ഇത് മാറ്റുക. ഏകദേശം സമയം എന്ന് പറയുന്നത് നമ്മൾ ഇതൊന്ന് തിളച്ചു തുടങ്ങിയ 5 മുതൽ 7 മിനിറ്റ് വരെയെങ്കിലും ഇത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിന്റെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിൽ അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ. ഇത് നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഓവറോൾ നിങ്ങളുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതോടൊപ്പം ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും ഓവറോൾ ബോഡി വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഞാൻ പറഞ്ഞതുപോലെ ബ്ലഡ് ഷുഗർ, ഇതിൽ പല ഇൻഗ്രീഡിയൻസും ബ്ലഡ് ഷുഗറിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരുപാട് അരി ആഹാരം കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ചെയ്യാൻ കാരണമാകുന്നതിനെയൊക്കെ കുറയ്ക്കാൻ ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നത് സ്ഥിരമാക്കുക. എന്ന് വെച്ചാൽ ഞാൻ ജിമ്മിൽ തന്നെ പോകണം എന്ന് ആരും പറയത്തില്ല. നമ്മൾ നടക്കുന്നത് തന്നെയാണെങ്കിൽ ജസ്റ്റ് നടക്കുന്നതിൽ കാര്യമില്ല. കാര്യം നമ്മൾ വീട്ടിലെല്ലാവരും നടക്കുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെ നടക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ മെറ്റാബോളിസം ഒന്ന് ഇംപ്രൂവ് ചെയ്യാനും ഓവറോൾ ബോഡി ഫാറ്റ് കുറയ്ക്കാനൊന്നും നമുക്ക് ഹെൽപ്പ് ചെയ്യില്ല. നടക്കുന്നെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കുക. മിനിമം 1/2 മണിക്കൂറെങ്കിലും നടന്നിട്ടേ കാര്യമുള്ളൂ. 1/2 മണിക്കൂർ നിങ്ങൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2500 സ്റ്റെപ്പ് എങ്കിലും കവർ ചെയ്യും. അങ്ങനെ 1 മണിക്കൂറിലേക്ക് ആവണേ 5000 സ്റ്റെപ്പ് കവർ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് തന്നെ 2 മുതൽ 3 കിലോ വെയിറ്റ് വരെ കുറയുന്നതായിട്ട് കാണാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഡ്രിങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലരും
ശരിക്കും ബിസി ആയിട്ടുള്ള ലൈഫിലൊക്കെ ആയിരുന്നായിരിക്കും അറിയാം, നമ്മൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. നമ്മൾ ഓരോ കഴിക്കുന്ന ഭക്ഷണത്തിലെ മായം ചേർക്കുന്നതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനും ഇതിൽ നിന്ന് നമ്മളെ ശരീരത്തെ രക്ഷിക്കാൻ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഇനിയും വെയിറ്റ് ചെയ്യുക. അപ്പോൾ സീ യു ലേറ്റർ.